ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ മലയാളത്തിലെ പദശുദ്ധി എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ടോപ്പിക്കിൽ മുൻകാലത്തിൽ വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പാർട്ട് 2 ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണുക. പാർട്ട് 1 നിങ്ങൾ കാണുക. അതിൽ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി പദശുദ്ധിയുടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബാക്കി ചോദ്യങ്ങൾ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാതെ പോയിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സെക്ഷനാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നമ്മുടെ വീഡിയോയിൽ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് പദശുദ്ധി എന്ന് പറയുന്ന ടോപ്പിക്കിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മുൻകാല ചോദ്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പദശുദ്ധി ഈ ഒരു വീഡിയോയിലൂടെ സെറ്റാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നമ്മുടെ നോട്ട്, അതായത് ഇന്നത്തെ ക്ലാസ്സിൻ്റെ നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതിയാകും. നമുക്കൊരു ടെലിഗ്രാം ചാനൽ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ചാനലിലൂടെ നമ്മുടെ ക്ലാസ്സിൻ്റെ നോട്ടുകൾ നിങ്ങൾക്ക് എത്തിച്ചു തരാം. അപ്പം നോട്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. നോക്കിക്കോളൂ, നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: തെറ്റായ പദമേത്? നോക്കൂ, ഇവിടെ 4 വാക്കുകളുണ്ട്. അതിൽ തെറ്റായിട്ടുള്ള വാക്ക് ഏത് എന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ 4 വാക്കുകൾ അറിഞ്ഞിരിക്കണം. എന്നാലല്ലേ അതിലെ തെറ്റ് എന്താണെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അതെ, അപ്പം നമുക്ക് ഓരോ വാക്കായിട്ടും പഠിക്കാം. അതായിരിക്കും നല്ലത്. ഓരോരോ വാക്കായിട്ട് നമുക്ക് പഠിക്കാം. അപ്പം ആദ്യത്തെ വാക്ക് നോക്കിയാൽ മക്കളെ, സ്ഫുടം അല്ലേ? നമ്മൾ പറയാറുണ്ട് സ്ഫുടം ചെയ്തെടുത്ത അല്ലേ? അപ്പം സ്ഫുടം എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധം എന്ന അർത്ഥമാണ് സ്ഫുടത്തിന് വരുന്നത്. സ്ഫുടം എന്ന് എഴുതുന്നത് ഇങ്ങനെ തന്നെ. ഇത് ശരിയാ. അതായത് സ്ഫുടം എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. സ്ഫുടം. ഇങ്ങനെയാ സ്ഫുടം എന്ന് എഴുതുന്നത്. സ്ഫുടം എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധം എന്ന അർത്ഥമാണ്. നമ്മൾ പറയാറുണ്ട് സ്ഫുടം ചെയ്തെടുത്ത, ശുദ്ധം ചെയ്തെടുത്ത അല്ലേ? ശുദ്ധം എന്ന അർത്ഥമാണ് സ്ഫുടത്തിനുള്ളത്. അപ്പൊ സ്ഫുടം നമ്മൾ പഠിച്ചു. സ്ഫുടം എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധം എന്നാണ്. റെഡി? അടുത്തത് സാമൂഹ്യം. അപ്പൊ നോക്കുക, സാമൂഹ്യം എന്നൊരു വാക്ക് ഉണ്ടോ? എന്നാൽ അങ്ങനെ ഒരു വാക്ക് ഇല്ല. അതായത് സാമൂഹ്യം എന്നൊരു വാക്ക് തെറ്റാണ്. നമ്മൾ അതിനെ എന്താ പറയാ? സാമൂഹ്യം നിങ്ങൾ കേട്ടോ, സാമൂഹികമാണ്. സാമൂഹികം അല്ലെ? സാമൂഹ്യം തെറ്റാണ്. പകരം നമുക്ക് എങ്ങനെ പറയാം? സാമൂഹികം എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തെ സംബന്ധിച്ചത് അതാണ്. സമൂഹത്തെ സംബന്ധിച്ചത് എന്താണോ അതാണ് സാമൂഹികം. അപ്പൊ സമൂഹത്തെ സംബന്ധിച്ചത്. അപ്പൊ സമൂഹത്തെ സംബന്ധിച്ചതാണ് മക്കളെ എന്തെന്ന് പറയുന്നത്? സാമൂഹികം എന്ന് പറയുന്നത്. അപ്പൊ സാമൂഹികം എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തെ സംബന്ധിച്ചത്. അപ്പൊ ഇനി മറ്റൊരു ചോദ്യത്തിൽ ഇത് വരും, സാമൂഹ്യം വരും. അപ്പം വേറൊരു ചോദ്യത്തിൽ സാമൂഹ്യം വരുമ്പോൾ നിങ്ങൾക്ക് അത് പറയാൻ സാധിക്കണം. അത് തെറ്റാണ്. സാമൂഹ്യം തെറ്റാണ്. സാമൂഹികമാണ്. ഓക്കെ ആയോ? സാമൂഹികം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സമൂഹത്തെ സംബന്ധിച്ചത് എന്താണോ അതാണ് സാമൂഹികം. ഓക്കെ, ഇനി അടുത്തത്. അപ്പൊ തെറ്റായ പദം എന്ന് പറയുന്നത് ഇവിടെ തെറ്റായിട്ടുള്ള എന്താണ്? തീർച്ചയായിട്ടും ഈ സാമൂഹികമാണ് തെറ്റ്. ബാക്കിയൊക്കെ ശരിയാണ്. സ്ഫുടം ഒക്കെ ശരിയാണ്. നോക്കൂ, ഇനി അടുത്ത വാക്കോട് നമുക്കൊന്ന് പോവാം. ശിരസ അല്ലേ? നമ്മൾ പറയാറുണ്ട് ശിരസ വഹിച്ചുകൊണ്ട്. അതായത് ശിരസ എന്ന് പറഞ്ഞാൽ തലയിൽ കയറ്റി അല്ലേ? തലയിൽ കയറ്റി അവൻ്റെ പദം അല്ലെങ്കിൽ അവൻ്റെ വാക്കുകൾ ശിരസ വഹിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. അവൻ്റെ വാക്കുകൾ ഞാൻ തലയിൽ കയറ്റിക്കൊണ്ട് മുന്നോട്ട് പോയി. അതായത് അതാണ് ശിരസ എന്ന് പറയുമ്പോൾ. ശിരസ എന്നൊരു വാക്കുണ്ട്. അത് വളരെയധികം ശരിയാണ്. ശിരസ എന്ന് നമ്മൾ ഇങ്ങനെ തന്നെയാണ് എഴുതുന്നത്. ശിരസ എന്ന് പറഞ്ഞാൽ തലയിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ തലയിൽ കയറ്റിക്കൊണ്ട്. ആ ഒരു മീനിങ് ആണ്. തലയിൽ കയറ്റി എന്നൊരു മീനിങ് ആണ്. ഇനി അടുത്തത് ശുശ്രൂഷ. നോക്കൂ, ഇങ്ങനെയാണോ ശുശ്രൂഷ എന്ന് എഴുതുന്നത്? തീർച്ചയായും. അപ്പൊ നിങ്ങൾ പറയും ശുശ്രൂഷയല്ലേ? അല്ല, ശുശ്രൂഷ. അതായത് നമ്മൾ പരിപാലനം എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ?
ഇപ്പം ശുശ്രൂഷയല്ല, ശുശ്രൂഷയാണ്. ശുശ്രൂഷ. അപ്പം പഠിച്ചോ എല്ലാവരും? ശുശ്രൂഷ പഠിച്ചോ? ശുശ്രൂഷ. അപ്പം ഇതാണ് ശുശ്രൂഷ. ശുശ്രൂഷ, 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 ശുശ്രൂഷ. അപ്പം ശുശ്രൂഷ. അപ്പം ശുശ്രൂഷ എല്ലാവരും പഠിച്ചോ? ശുശ്രൂഷ. അപ്പം ഇങ്ങനെയാണ് ശുശ്രൂഷ എന്ന് എഴുതുന്നത്. ശുശ്രൂഷയൊക്കെ തെറ്റാണ്, ശുശ്രൂഷയാണ് കേട്ടോ. ശുശ്രൂഷ. ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്കൊരു ലാഗായിട്ട് തോന്നും. ഇതെന്താ ഇത്ര ലാഗ് അടിക്കുന്നത്? എടാ, ആ ഒരു വാക്കിനി നിങ്ങൾ ഏതൊരു ചോദ്യത്തിൻ്റെ ഓപ്ഷനിൽ കണ്ടാലും ശരിയാണെങ്കിൽ അത് ശരിയാണെന്നും തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതാണ് നമ്മൾ ഈ പദശുദ്ധി എന്ന് പറയുന്ന ടോപ്പിക്കിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശുശ്രൂഷ എന്ന് കണ്ടാൽ അതെന്താണ്? അത് ശരിയാണ്. ശുശ്രൂഷ എന്നൊരു വാക്ക് ഉണ്ട്, ശുശ്രൂഷയുണ്ട്, ശിരസ്സായുണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയും വാക്കുകൾ നിങ്ങൾ പഠിച്ചോ? അപ്പോൾ ശുശ്രൂഷ വന്നപ്പോഴാണ് നമ്മുടെ PSCയിൽ നിരന്തരം വന്നിട്ടുള്ള മറ്റൊരു വാക്കാണ് മക്കളെ ശിപാർശ. ശിപാർശ. അപ്പം നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കും, ശുപാർശയല്ലേ സാറേ? ശുപാർശ എന്നല്ലേ നമ്മൾ പറയുന്നത്? ശുപാർശ എന്നൊരു വാക്ക് തെറ്റാണ്. ശരിയായിട്ടുള്ള വാക്ക് ഏതാണ്? ശിപാർശയാണ്. ശിപാർശ. നമ്മൾ പറയാറുണ്ട് ശിപാർശ. നമ്മൾ ശുപാർശ നൽകുന്നത് അതൊക്കെ നമുക്ക് പറയാൻ എളുപ്പത്തിൽ നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മുടെ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പല വാക്കുകളും തെറ്റാണ് എന്ന് ഈ പദശുദ്ധി പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ എന്താണ്? ശുപാർശ തെറ്റാണ്, ശിപാർശയാണ്. ശിപാർശ അങ്ങനെ തന്നെ പഠിക്കുക. ശിപാർശയാണ്. എന്താണ്? ശുപാർശ എന്നൊരു വാക്ക് തെറ്റാണ്. പകരം നമ്മൾ പഠിക്കേണ്ട വാക്ക് ഏതാണ്? ശിപാർശയാണ് അല്ലേ? നമ്മൾ പറഞ്ഞു ശുശ്രൂഷ ആണ് എന്ന് പറഞ്ഞു, ശുശ്രൂഷയാണ് എന്ന് പറഞ്ഞു. അതുപോലെ ശിപാർശയാണ്. ശുശ്രൂഷ, ശിപാർശ, അത് രണ്ടും ഒരുമിച്ച് പഠിക്കേണ്ട. ശിപാർശയും ഒരുപാട് നമ്മുടെ പ്രീവിയസ് ഇയറിൽ PYQ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. PYQ ആയിട്ട് വന്നിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ശുപാർശ തെറ്റാണ്, ശിപാർശയാണ്. ശിപാർശ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടന്നാലോ? നോക്കൂ, തെറ്റായ പദമേത്? അതായത് 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ തെറ്റായിട്ടുള്ള പദം ഏതാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ വാക്ക് നോക്കൂ, സാഫല്യം. സാഫല്യം ശരിയാണ്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ സാഫല്യം എന്ന് എഴുതുന്നത്. വളരെയധികം ശരിയാണ്. നമ്മൾ സാഫല്യം എന്ന് എഴുതുന്നത് സാഫല്യം. ഇങ്ങനെ തന്നെയാണ് നമ്മൾ സാഫല്യം എന്ന് എഴുതുന്നത്. സാഫല്യം. അടുത്ത വാക്ക് ഷഷ്ടിപൂർത്തി. ഷഷ്ടിപൂർത്തി വളരെയധികം ശരിയാണ്. ഷഷ്ടിപൂർത്തി. എന്താ ഷഷ്ടിപൂർത്തി എന്ന് പറഞ്ഞത്? ഞാൻ എൻ്റെ മാമൻ്റെ ഷഷ്ടിപൂർത്തി ആഘോഷിച്ചു എന്നൊക്കെ നമ്മൾ സിനിമയിലാണെങ്കിൽ കേട്ടിട്ടുണ്ട് അല്ലേ? ഷഷ്ടിപൂർത്തി അതായത് 60 വയസ്സിനെയാണ് നമ്മൾ ഷഷ്ടിപൂർത്തി തികയുക, 60 വയസ്സ് തികയുക എന്ന് നമ്മൾ പറയും. അപ്പോൾ 60 വയസ്സ് തികയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഷഷ്ടിപൂർത്തിയാണ്. അപ്പോൾ 60 വയസ്സ് എന്നർത്ഥമാണ് ഷഷ്ടിപൂർത്തിക്കുള്ളത്. ഷഷ്ടിപൂർത്തി. അപ്പോൾ ഷഷ്ടിപൂർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? 60 വയസ്സ് എന്നർത്ഥമാണ് കേട്ടോ. 60 വയസ്സ് എന്നർത്ഥമാണ്. 60 വയസ്സ്. അപ്പം അത് മറക്കല്ലേ. അപ്പം ഷഷ്ടിപൂർത്തി എന്ന് പറഞ്ഞാൽ 60 വയസ്സ് എന്നർത്ഥമാണ് ഷഷ്ടിപൂർത്തിക്കുള്ളത്. അപ്പം സാഫല്യത അത് ശരിയാണോ? നോക്കൂ, സാഫല്യത ശരിയാണോ? എല്ലാവരും ഒന്ന് പറഞ്ഞ്, സാഫല്യത ശരിയാണോ? അല്ല. സാഫല്യത എന്നൊരു വാക്കൊന്നും ഇല്ല. നമ്മൾ വേഗത എന്നൊരു വാക്കില്ല എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ആ പോലെയാണ് നമ്മൾ മലയാളം വാക്കിൽ അനാവശ്യമായിട്ട് ഉച്ചരിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഒരുപാട് വാക്കുകൾ അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വേഗത, ജാള്യത, അങ്ങനെയുള്ള ജാള്യത എന്നൊരു വാക്കില്ല, ജാള്യം. വേഗത എന്നൊരു വാക്കില്ല, വേഗം. അതുപോലെയാണ് സാഫല്യത എന്നൊരു വാക്കില്ല. ഇത് തെറ്റായിട്ടുള്ള വാക്കാണ്. തെറ്റായ പദം സാഫല്യതയാണ്. നമുക്ക് സാഫല്യത എന്നൊരു വാക്കില്ല, സാഫല്യം. ഇതാണ് ശരി. നമ്മളത് ഓൾറെഡി ഓപ്ഷൻ എയിൽ പറഞ്ഞല്ലോ, അത് ശരിയാണെന്ന്. അപ്പോൾ സാഫല്യം എന്നൊരു വാക്ക് ആണുള്ളത്, സാഫല്യത തെറ്റാണ്. ഷണ്ടൻ ഉണ്ട്, ഷണ്ടൻ. അങ്ങനെ ഒരു വാക്കുണ്ട്, ഷണ്ടൻ എന്ന് നമ്മൾ എഴുതുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഷണ്ടൻ എന്ന് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. നാ വെച്ചുള്ള ഉണ്ട, ഷണ്ടൻ. ഷണ്ടൻ. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഷണ്ടൻ എന്ന് എഴുതുന്നത്. ഷണ്ടൻ എന്ന് എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ, കൃത്യമായല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ഷണ്ടൻ എന്ന് നമ്മൾ
എഴുതുന്നത്. റെഡിയല്ലേ? അപ്പൊ ഷണ്ടൻ എന്ന് ഇങ്ങനെ എഴുതുന്നത്. അപ്പൊ 4 വാക്ക് പഠിച്ചു. സാഫല്യത എന്നൊരു വാക്കില്ല, സാഫല്യം എന്നാണ്. ഷഷ്ടിപൂർത്തിയുണ്ട്, നമ്മൾ 60 വയസ്സാകുന്നതിനെയാണ് ഷഷ്ടിപൂർത്തി എന്ന് പറയുന്നത്. ഷണ്ടൻ എന്ന വാക്ക് ഇങ്ങനെ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. വെരി ഗുഡ്. അപ്പൊ ആ 4 വാക്കുകൾ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. ഏതൊക്കെയായിരുന്നു ആ 4 വാക്ക്? ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതണോ ആ 4 വാക്ക്? എടാ ആ 4 വാക്കിനി എവിടെ കണ്ടാലും നിങ്ങൾ ശരിയാക്കിക്കോണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്താണ്? സാഫല്യം എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചു. ഷഷ്ടിപൂർത്തി എന്ന് പറയുന്നത് എന്താണ്? 60 വയസ്സ് പൂർത്തീകരിക്കുന്നതിനെയാണ് നമ്മൾ ഷഷ്ടിപൂർത്തി എന്ന് പറയുന്നത്. എന്താണ്? 60 വയസ്സ് പൂർത്തീകരിക്കുന്നതിനെയാണ് നമ്മൾ ഷഷ്ടിപൂർത്തി അല്ലേ? നോക്കൂ, 60 വയസ്സ് തീരുന്നതിനാണ് നമ്മൾ ഷഷ്ടിപൂർത്തി എന്ന് പറയുന്നത്. അടുത്ത വാക്ക് ഏതായിരുന്നു? അടുത്ത വാക്ക് എന്ന് പറയുന്നത് സാഫല്യത എന്നൊരു വാക്കൊന്നും ഇല്ല, ഷണ്ടൻ എന്നൊരു വാക്കുണ്ട്. ഷണ്ടൻ. അപ്പൊ ഈ 3 വാക്കിനെ എവിടെ കണ്ടാലും, ഇതൊക്കെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരുപാട് വാക്കുകളാണ്, ഒരുപാട് തവണ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണെന്ന് പഠിച്ചോണം. ഓക്കെ, അടുത്തത് ഇവിടെ നോക്കൂ, ശരിയായ പദം ഏത്? നമുക്ക് എന്താ വേണ്ടിയത്? ശരിയായ പദമാണ് വേണ്ടിയത്. മൗഢ്യത, മൗഢ്യം. എടാ മൗഢ്യം എന്ന് പറഞ്ഞാൽ മൂഢന്റെ ഭാവത്തെയാണ് നമ്മൾ മൗഢ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മൗഢ്യം എന്ന് എഴുതുന്നത്, ശരിയായിട്ട് മൗഢ്യം എന്ന് എഴുതുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇങ്ങനെയാണ്. ഇതാണ് ശരി. പറഞ്ഞ മനസ്സിലായോ? ഇതാണ് ശരി. അതായത് മൗഢ്യം എന്ന് നമ്മൾ എഴുതുമ്പോൾ മൗ എഴുതുക, ട്യം ടാ എഴുതി കുനിപ്പിടുക. ഈ കുനിപ്പ് വേണം കേട്ടോ. ഇങ്ങനെ ഈ കുനിപ്പ് വേണ്ടി ഒരുപാട് വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മൗഢ്യം എന്ന് എഴുതുമ്പോൾ നമുക്ക് എന്താണ്? മൗഢ്യ, ഈ കുനിപ്പുള്ള ഡായാണ്. ഈ കുനിപ്പുള്ള ഡാ വേണ്ടി ഒരുപാട് വാക്കുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കൂടെ എടുത്തൊന്ന് കാണണേ. അപ്പം നിങ്ങൾക്ക് ഈ ഡാ വരുന്ന ഒരുപാട് വാക്കുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഈ ഡാ വേണം. ഡക്ക, പിന്നെന്താ ഡെങ്കാരം, ഒരുപാട് വാക്കുകൾ നമ്മൾ അതിൽ ഡാലം. ആ ഡാലത്തിനൊക്കെ നമ്മൾ ഈ ഡാ തന്നെയാണ് വേണ്ടത്. ഒരുപാട് വാക്കുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യോത്തരമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം മൗഢ്യം എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. അപ്പം ഈ മൗഢ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊരു ചോദ്യമുണ്ട്. അത് ഞാൻ പറയാം. മൗഢ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിങ്ങൾക്കൊരു സംശയമാണ് അല്ലേ? അപ്പം മൗഢ്യം എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ് നമ്മൾ മൗഢ്യം എന്ന് എഴുതുന്നത് അല്ലേ? അപ്പം മൗഢ്യം എന്ന് പറഞ്ഞാൽ മൂഢന്റെ ഭാവത്തെയാണ് നമ്മൾ മൗഢ്യം എന്ന് പറയുന്നത്. എന്താണ്? മൂഢന്റെ ഭാവം. അപ്പം മൂഢന്റെ ഭാവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൗഢ്യം എന്ന് പറയുന്നത്. നോക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൗഢ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മൂഢന്റെ ഭാവം എന്നാണ് അർത്ഥം. മൂഢന്റെ ഭാവം. അപ്പം മൂഢന്റെ ഭാവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൗഢ്യം എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ? ഇല്ല. അടുത്ത ചോദ്യം, ശരിയായ പദം ഏത്? ഇത് നിങ്ങൾ ശരിയാക്കണം. നിങ്ങളോട് ഞാൻ പറഞ്ഞു എന്താ? ശുപാർശയാണോ ശുപാർശയാണോ? അപ്പൊ എല്ലാരും പറയുന്നത് ഏതാ? ഞാൻ മുമ്പ് പറഞ്ഞു തന്നാണ്. എടാ ശുപാർശ എന്നൊരു വാക്കില്ല. അത് നമ്മൾ തെറ്റിച്ച് പറയുന്ന ശുപാർശ അങ്ങനെയുണ്ടോ? അങ്ങനെയില്ല. ശിപാർശയാണ് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള പദം എന്ന് പറയുന്നത്. ഏതാണ്? ശിപാർശയാണ്. ശരിയായ പദമല്ലേ നമ്മൾ ചോദിച്ചു. അപ്പൊ ശിപാർശ ശരിക്കും എന്താണ്? ശരിയായിട്ടുള്ളൊരു പദം തന്നെയാണ്. തർജ്ജമ, ബാക്കിയുള്ളതിൽ തെറ്റ് എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. തർജ്ജമ എന്ന് നമ്മൾ എഴുതുമ്പോൾ നോക്കൂ, ഞാനിവിടെ എഴുതി തരാം. തർജ്ജമയാണ്. തർജ്ജമ ഇങ്ങനെയാണ് നമ്മൾ. അയ്യോ, ഇത് അകന്നു പോയല്ലോ, ഒരു മിനിറ്റ്. തർജ്ജമ നമ്മൾ എഴുതുമ്പോൾ 2 ജ ഉണ്ട്. തർജ്ജമ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ തർജ്ജമ എന്ന് നമ്മൾ എഴുതുന്നത്. മഹത്വം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത തെറ്റാ. ഇങ്ങനെയല്ല മഹത്വം എഴുതുന്നത്. മഹത്വം എഴുതുമ്പോൾ മഹത്വം ഇങ്ങനെയാണ് നമ്മൾ മഹത്വം എന്ന് എഴുതുന്നത്. മഹത്വം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മഹത്വം എന്ന് നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മഹത്വം. അപ്പൊ ഇത്താ വേണം മഹത്വത്തിന്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എത്ര വാക്ക് കിട്ടി? 3 വാക്ക് ഈ ചോദ്യത്തിലൂടെ കിട്ടിയില്ലേ? ആ 3 വാക്ക് ഏതൊക്കെയാ? വേഗം പറഞ്ഞേ. 3 വാക്ക് കിട്ടി. ആദ്യം മഹത്വം നമുക്ക് കിട്ടി. മഹത്വം എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. ഒരുപാട് തവണ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഒരുപാട് തവണ പഠിച്ചു വെച്ചോ, ഇത് വരും. ഓക്കെ, അടുത്ത എന്താണ്? ശുപാർശ അല്ല ശുപാർശയാണെന്ന് നമ്മൾ പഠിച്ചു. അടുത്ത വാക്കും കിട്ടി. ഇത് ഒരുപാട് തവണ വന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. പിന്നെ തർജ്ജമ വന്നിട്ടുണ്ട്, ഒരുപാട് തവണ വന്നിട്ടില്ലെങ്കിലും പഠിച്ചു വെച്ചോ. തർജ്ജമ എന്ന് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. തർജ്ജമ, ഒരു മായേ ഉള്ളൂ കേട്ടോ. തർജ്ജമ ഒന്നുമില്ല, തർജ്ജമ. ഒരു തവണ തെറ്റിച്ച് തന്ന ഇമ്മ തന്നു. ഇമ്മ തന്ന തെറ്റാണ്, കാരണം അതില്ല, ഇമ്മ ഇല്ല. 2 ജായും മായുമാണ്.
തർജമ. എടോ എന്തിയാടാ, അയ്യോ തെറ്റിപ്പോയി. തർജമ എന്ന് എഴുതുമ്പോൾ ഇറുണ്ട് കേട്ടോ, തർജമ അത് മാറിപ്പോയി. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഇറുണ്ട് കേട്ടോ. അപ്പൊ തർജമ എന്ന് എഴുതുമ്പോൾ അവർ തെറ്റിച്ചെഴുതാൻ സാധ്യതയുള്ളത് ഒന്ന്, 2 ജാ തരില്ല, 1 ജാ തരും. 1 ജാ തന്നാൽ തെറ്റാണ്, 2 ഇമ്മ തന്നാലും തെറ്റാണ് കേട്ടോ. ഇതാണ് തർജമ. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ അടുത്ത ഇതിലേക്ക് പോവാം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വേഗം പോവാം. ഇതാണ് ശരിയായ പദമേത്. ശരിയായ പദമേത് നമുക്ക് വേണ്ടിയത് ഏതാണ്? ശരിയായിട്ടുള്ള പദമാണ് നമുക്ക് വേണ്ടിയത്. ശരിയായ പദമേത് എന്നാണ് ചോദ്യം. അപ്പൊ അനർഘമാണോ അനർഘമാണോ ഇനി അനർഘമാണോ അനർഘാണോ ഏതാ ശരി? ഇത് നിങ്ങൾ ഒരുപാട് പേര് ശരിയാക്കാൻ ചാൻസ് ഉണ്ട്. അനർഘം എന്ന് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. അനർഘം എന്ന് എഴുതുന്നത്, അനർഘം എന്ന് പറഞ്ഞാൽ അമൂല്യമായിട്ടുള്ള, അല്ലേ, അമൂല്യമായിട്ടുള്ള ഒരു അർത്ഥമാണ് അതിന് വരുന്നത്. അമൂല്യം അല്ലേ, അമൂല്യമായിട്ടുള്ള എന്നൊരു അർത്ഥമാണ് അനർഘത്തിന് വരുന്നത്. അപ്പോൾ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അനർഘ നിമിഷം എന്നൊരു ഇതൊക്കെ നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അനർഘം എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അനർഘം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താ നോക്കൂ. അനർഘം, അനർഘം എന്ന് പറഞ്ഞാൽ അമൂല്യം എന്നൊരു അർത്ഥമാണ് അനർഘത്തിന് ഉള്ളത്. അമൂല്യം പഠിച്ചു വെച്ചോണേ. ഇത് ഒരുപാട് തവണ വന്നിട്ടുള്ളതാണേ. ഓക്കെ, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം ഒരുപാട് തവണ വന്നിട്ടുള്ള ചോദ്യമാണ്. ഈ ചോദ്യം നോക്കിക്കോളൂ. ശരിയായ പദമേത്? യഥോചിതം എന്നെങ്ങനെയാ ശരിയായിട്ട് എഴുതുന്നത്? അപ്പം നിങ്ങൾ ആ പദത്തിനെ ഒന്ന് പിരിച്ചു നോക്കിക്കേ. യഥോചിതം, അതായത് യഥാ ഉചിതം പോലെ, അതല്ലേ യഥോചിതം എന്ന് പറയുന്നത്. യഥാ ഉചിതം പോലെ, അതല്ലേ യഥോചിതം എന്ന് പറയുന്നത്. വേഗം നോക്കിയേ. യഥാ ഉചിതം പോലെ, യഥാ പ്ലസ് ഉചിതം, ഇങ്ങനെയല്ലേ നമ്മൾ ഇതിനെ പിരിക്കുമ്പോൾ. ഇപ്പൊ യഥാ എന്ന് പറഞ്ഞാൽ എപ്രകാരമാണോ ഉചിതം, അതുപോലെ. അപ്പം യഥാ ഉചിതം. അപ്പൊ എങ്ങനെയാ നമ്മൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാ? ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് യഥോചിതം. ഇങ്ങനെയാണ്. ഇത് ഒരുപാട് തവണ വന്നിട്ടുള്ള ചോദ്യമാണ്, നോക്കിക്കൊള്ളണേ. ഇതാണ് ആൻസർ, യഥോചിതം. ഇതൊന്ന് പിരിച്ചെഴുതിയാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അനർഘ നിമിഷം പഠിച്ചല്ലോ. കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ അനർഘ നിമിഷമല്ലേ പഠിച്ചത്. അപ്പോൾ നമ്മുടെ PSC ചോദിക്കാൻ ചാൻസുള്ള 2 ചോദ്യങ്ങളോട് ഞാനിവിടെ പറഞ്ഞു തരാം. അതായത് അഘം എന്ന് പറഞ്ഞാൽ പാപം എന്നർത്ഥം. അഘം ഇതിൻ്റെ അർത്ഥം, ഈ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? അഘം എന്ന് പറഞ്ഞാൽ പാപം. അഘം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപം എന്നാണ്. പക്ഷെ അനഘം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പേരുള്ളവര് അനഘ എന്ന് പേരുള്ളവരുണ്ട് അല്ലേ. അനഘം എന്ന് പറഞ്ഞാൽ എന്താണ്? അനഘം എന്ന് പറഞ്ഞാൽ പുണ്യം എന്നാണ്. പുണ്യം. അപ്പൊ നമുക്ക് അനഘ എന്ന് പേരുള്ളവരെ പുണ്യം, അവരൊക്കെ പുണ്യം എന്ന അർത്ഥത്തിലാണ് അനഘ എന്ന പേര് അല്ലേ. അപ്പൊ പക്ഷെ അഘം എന്ന് പറഞ്ഞാൽ എന്താ? പാപമാണ്. അതിലൊരു വന്നപ്പോ എന്താണ്? പുണ്യമായി. അപ്പൊ അഘം പാപമാണ്. അനഘം എന്ന് പറഞ്ഞാൽ എന്താണ്? പുണ്യം എന്ന അർത്ഥമാണ്. അനഘത്തിലുള്ളത് പുണ്യം എന്ന അർത്ഥമാണ്. അപ്പൊ അഘം എന്ന് പറഞ്ഞാൽ പാപമെന്നും അനഘം എന്ന് പറഞ്ഞാൽ എന്താണ്? പുണ്യമെന്ന് ഓർത്തു വെച്ചോണേ. അടുത്ത ചോദ്യം, ശരിയായ പദമേത്? നോക്കിയൂ, ശരിയായ പദമേത്? അപ്പൊ ഇതിൽ ഏതാണ് ശരി? മുക്തകണ്ഠം എന്ന വാക്കിന്റെ അർത്ഥം ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മുക്തകണ്ഠമായി ക്ലാസ് എടുത്തു, അതായത് ഉറക്കെ നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ മുക്തകണ്ഠം. കണ്ഠം എന്ന് പറഞ്ഞാൽ തന്നെ തൊണ്ടയല്ലേ. അപ്പൊ ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അങ്ങനെയൊക്കെ ഊഹിക്കുന്നവരുണ്ടോ? അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ഓർത്തു വെക്കണം കേട്ടോ. ചില വാക്കുകളൊക്കെ നിങ്ങൾ അങ്ങനെ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ മുക്തകണ്ഠമെന്ന് നിങ്ങൾ ശരിക്കും എഴുതുന്നത് എങ്ങനെയാണ്? മുക്തകണ്ഠം ഇങ്ങനെ എഴുതാം. ഇതാണ് മുക്തകണ്ഠം. അതായത് ഇവിടെ വന്നിട്ടുള്ള പദങ്ങളിൽ ഇതാണ് ശരിയായിട്ടുള്ളത്, മുക്തകണ്ഠം. ആ നായുടെ താഴെ നമുക്ക് എന്ത് ചെയ്യാം? അഡ കൊടുക്കാം. ആ നായുടെ താഴെ എന്ത് കൊടുക്കാം? അതെ, ആ നായുടെ താഴെ അഡ കൊടുക്കാം. മുക്തകണ്ഠം. ഈ മുക്തകണ്ഠം എന്ന് നമ്മൾ എഴുതുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോണേ. മുക്തകണ്ഠവും നമ്മൾ എഴുതുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നോക്കൂ, മുക്തകണ്ഠവും നമ്മൾ എഴുതുമ്പോൾ മുക്തകണ്ഠം
അതായത് ഉറക്കെ മുക്തകണ്ഠമായി ക്ലാസ് എടുത്തു, ഉറക്കെ ക്ലാസ് എടുത്തു, അല്ലെങ്കിൽ മുക്തകണ്ഠമായി പറഞ്ഞു ഒരു കാര്യം. നമ്മൾ കുനിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, അതാരും ഇതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. അപ്പം സംശയമൊക്കെ വരും, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ വരും, ഒരിക്കലും അങ്ങനെയുള്ള സംശയങ്ങൾ വരാൻ പാടില്ല, അതുകൊണ്ടാണ്. അപ്പം മുക്തകണ്ഠം മനസ്സിലായല്ലോ? വെരി ഗുഡ്. ഇപ്പം മുക്തകണ്ഠം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കെ പറയുക, ഒരു കാര്യത്തിനെ നമ്മൾ ഉറക്കെ പറയുന്നതിനെയാണ് മുക്തകണ്ഠമായി പറയുന്നു എന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? മുക്തകണ്ഠമായി സംസാരിച്ചു, ഉറക്കെ സംസാരിച്ചതിനെയാണ് നമ്മൾ മുക്തകണ്ഠം. അപ്പം മുക്തകണ്ഠം എന്ന് എങ്ങനെ എഴുതുന്നത്? മുക്തകണ്ഠം. ആ വാക്ക് പഠിച്ചല്ലോ, വാക്ക് പഠിച്ചു. നമ്മുടെ ക്ലാസ്സിൽ ഇരുന്നാൽ ഒരു ചോദ്യമല്ല നമ്മൾ പഠിക്കുന്നത്, ഒരു ചോദ്യത്തിൽ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ 4 വാക്കുകൾ നമ്മൾ പഠിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇനിയും ഈ ചോദ്യം വന്നാൽ നിങ്ങൾ എഴുതണം, മുക്തകണ്ഠം വന്നാൽ എഴുതണം. മുക്തകണ്ഠത്തിൻ്റെ അർത്ഥം ഉറക്കെ. ഓക്കെ, അടുത്ത ചോദ്യം. ഇത് നമ്മൾ ശരിയായിട്ടുള്ള, നമ്മളിത് ചെയ്ത ചോദ്യമല്ലേ, ഇത് റിപ്പീറ്റ് വന്ന ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് തന്നെ ഒന്ന് ചെയ്യുക. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യനാണ്, ഞാനിത് പറഞ്ഞു തരില്ല. നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇതിൽ ഏതാണ് ശരിയായ പദമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, ക്ലാസ്സിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഇത് കാണുന്നുണ്ടോ എന്നെങ്കിൽ എനിക്കൊന്ന് അറിയാൻ വേണ്ടി നിങ്ങളിതൊന്ന് കമൻറ്റ് ചെയ്യുക. 30ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്കായിട്ട് തന്നു, വേറൊന്നുമല്ല, അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്ക്. അറിയാതെ റിപ്പീറ്റായി കയറി വന്നതാണ് എങ്കിലും നിങ്ങൾ 30ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, മറക്കരുത് കമൻറ്റ് ചെയ്യാൻ ഞാൻ നോക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. തെറ്റായ പദമേത്? തെറ്റായിട്ടുള്ള പദമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പദങ്ങളും നമുക്ക് പോകാം, അല്ലേ? ആജാനുബാഹു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പദശുദ്ധി പരിശോധിച്ചപ്പോൾ അതിലും ഒരു വാക്കായിരുന്നു ആജാനുബാഹു. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, നമുക്ക് ധൃതിയില്ല, അല്ലേ? ഓക്കെ, ഇപ്പോൾ മെല്ലെ നമുക്ക് നോക്കാം, അധികം സമയം എടുക്കാതെ തന്നെ. എന്താണ് എന്ന് വെച്ചാൽ എല്ലാം പറയുന്ന രീതി നമുക്ക് പോവാം. അപ്പോൾ ആജാനുബാഹു എന്ന് പറയുമ്പോൾ നോക്കിക്കോളൂ, ആജാനുബാഹു, ആജാനുബാഹു. എന്താണ്? ആജാനുബാഹു. അപ്പം ആജാനുബാഹു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? അതായത് ജാനു എന്ന് പറഞ്ഞാൽ എന്താണ്? കൈയാണ്. ബാഹു എന്ന് പറഞ്ഞാൽ എന്താണ്? മുട്ടാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ആജാനുബാഹു എന്ന് പറഞ്ഞാൽ വലിയ വണ്ണമൊക്കെ ഉള്ള അല്ലെങ്കിൽ വലിയ ശരീരമുള്ളവരെയൊക്കെ നമ്മൾ പറയുന്ന പേരാണ് ആജാനുബാഹു എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ആജാനുബാഹു എന്ന് പറഞ്ഞാൽ മെലിഞ്ഞിരുന്നാലും മതി, പക്ഷെ എന്താ, ജാനുവിന് ബാഹു വരെ നീളം വേണം. അതായത് ജാനു എന്ന് പറഞ്ഞാൽ എന്താണ്? കൈയാണ്. ആ കൈക്ക് ബാഹു വരെ, അതായത് കാല് വരെ നീളമുള്ള ആരെയും നമുക്ക് ആജാനുബാഹു എന്ന് പറയാം. കൈക്ക് കാൽമുട്ട് വരെ നീളമുണ്ടെങ്കിൽ അവൻ ആജാനുബാഹുമാണ്. അപ്പൊ ആജാനുബാഹു എന്ന് എഴുതുന്നത് ഇങ്ങനെ തന്നെയാണ്, ശരിയായിട്ടുള്ള പദമാണ്. ആജാനുബാഹു എന്ന് പറഞ്ഞാൽ കൈക്ക് കാൽമുട്ട് വരെ നീളം, കാൽമുട്ട് വരെ നീളം, അങ്ങനെയുള്ള. അപ്പം ഇത് ശരിയായിട്ടുള്ള പദമാണ്, വളരെയധികം ശരിയാണിത്. ഇനി തദ്ദേശീയം. അപ്പം പലരും പറയും ഇത് തെറ്റല്ലേ, അല്ലേ? തദ്ദേശീയം തെറ്റല്ലേ? തദ്ദേശീയമാണോ? തദ്ദേശീയമല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ തദ്ദേശീയമാണ്. തദ്ദേശീയം ഇവിടെ ഉള്ളത്, തദ്ദേശീയ അല്ലെ? തദ്ദേശീയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് എന്നർത്ഥമാണ്. തദ്ദേശീയം ഇവിടെ ഉള്ളത്. അപ്പൊ തദ്ദേശീയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഉള്ളത്, അതിനെയാണ് നമ്മൾ തദ്ദേശീയം. അപ്പൊ തദ്ദേശീയം എന്താ? ശരിയാ, ഞാൻ പറഞ്ഞത് എന്താ? നമ്മുടെ തദ്ദേശീയം എന്ന് പറയുന്ന വാക്ക് ശരിയാണ് എന്നാണ് പറയുന്നത്. റെഡിയാണോ? ഇത്രയും ഓക്കെ ആണെങ്കിൽ വേഗം പറഞ്ഞേ. ഇത്രയും ഓക്കെ ആണെങ്കിൽ വേഗം പറയാമോ? തദ്ദേശീയ. അപ്പം അടുത്ത വാക്ക് ഞാൻ ഇവിടെ എഴുതി വെക്കാം. തദ്ദേശീയം വളരെ കറക്റ്റാണ്, ബി വാക്കായിരുന്നത്, അല്ലേ? ഒരു മിനിറ്റ്, ബി വാക്കായിരുന്നത് തദ്ദേശീയം. നോക്കൂ, 2 ദാ വേണേ. തദ്ദേശീയം വളരെ ശരിയായിട്ടുള്ള വാക്കാണ്. അടുത്ത ഓപ്ഷൻ നോക്കൂ. അടുത്ത ഓപ്ഷൻ ഗൂഢമന്ത്രം. ഗൂഢമന്ത്രം എന്ന് നമ്മൾ എഴുതുമ്പോൾ എന്താണ്? ഈ ഡായാണോ വേണ്ടിയത്? അല്ല. ഗൂഢമന്ത്രം എന്ന് എഴുതുമ്പോൾ നമ്മൾ ഏത് ഡായ ഉപയോഗിക്കേണ്ടത്? ഈ ഡായാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കൃത്യമായി പഠിക്കണം, സംശയം തോന്നരുത്. ഈ ഡായാണ് വേണ്ടിയത്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. അപ്പൊ തെറ്റായ പദം ഏതാണ്? തെറ്റായ പദം ഇതാണ്, ഗൂഢമന്ത്രമാണ്.
അപ്പോൾ ഗൂഢമന്ത്രം എന്ന് നമ്മൾ ശരിക്കും എഴുതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാനിവിടെ എഴുതിത്തരും. ഗൂഢമന്ത്രം എന്ന് എഴുതുമ്പോൾ ഈ ഡായാണ് വേണ്ടിയത്. അപ്പൊ ഗൂഢമന്ത്രം നമ്മൾ ഇങ്ങനെ എഴുതുന്നു. ഇത് ശരിയാണ്, ഗൂഢമന്ത്രം എന്ന് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഇനി ഒരു വാക്കുകൂടി ഉണ്ട്, അതുകൂടെ നമുക്ക് നോക്കി പോവാം. അണ്ഡകടാഹം. അണ്ഡകടാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ഡകടാഹം പ്രകൃതിയിലുള്ളതെല്ലാത്തിനെയും നമുക്ക് എന്താണ്? നമുക്ക് അണ്ഡകടാഹം എന്ന് പറയാം. പ്രകൃതിയിലുള്ള എല്ലാത്തിനെയും നമുക്ക് അണ്ഡകടാഹം എന്ന് പറയാം, അല്ലേ? അപ്പൊ അണ്ഡകടാഹം എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ളതെല്ലാം, അതാണ് നമ്മൾ അണ്ഡകടാഹം എന്ന് പറയുന്നത്. അണ്ഡകടാഹം റെഡിയാണല്ലോ. അപ്പൊ അണ്ഡകടാഹം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് അണ്ഡകടാഹം എഴുതുന്നത്. അണ്ണായുള്ള അണ്ഡകടാഹം, അണ്ഡകടാഹം. അപ്പൊ ഒന്ന് പ്രൊണൗൺസ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് കിട്ടും. അണ്ഡകടാഹം ഞാൻ ദാ ഇവിടെ എഴുതി തരാം, കുഴപ്പമില്ലല്ലോ. ദാ ഇവിടേക്ക് ഞാൻ അണ്ഡകടാഹം നോക്കൂ കുഴപ്പമില്ല. ഓക്കെ, അണ്ഡകടാഹം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അണ്ഡകടാഹം എന്ന് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അണ്ഡകടാഹവും നമ്മൾ പഠിച്ചു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 4 വാക്കുകളാണ് പഠിച്ചത്. തെറ്റെല്ലാം നോക്കി വെക്കുക, ശരിയുള്ളത് എങ്ങനെ എഴുതുന്നത് എന്ന് ഓർത്തു വെക്കുക. കൂനുള്ള എന്നർത്ഥം വരുന്ന പദമേത്? കൂനുള്ള എന്നർത്ഥം വരുന്ന പദമേത്, അല്ലേ? അപ്പം അത് നിങ്ങൾക്ക് കിട്ടുമോ? നോക്കിക്കേ. കൂനുള്ള എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ്? അത് മന്ധരയാണ്. മന്ധര, അതായത് അതൊരു കഥാപാത്രമാണ്, അല്ലെ? ഒരു കഥാപാത്രത്തിന്റെ പേരാണ് മന്ധര എന്ന് പറയുന്നത്. കൂനുള്ള എന്നർത്ഥം വരുന്നത് മന്ധര എന്നാണ് കേട്ടോ. അത് വേണേൽ നിങ്ങൾക്ക് സിമ്പിളായി ഇങ്ങനെയല്ല എഴുതുന്നത്, ഇങ്ങനെയല്ല. ഇതാണ് ശരി. മന്ധര. നാ കൂട്ടി ദ. മന്ധര, നാ കൂട്ടി ദ. അപ്പൊ മന്ധര എന്ന് എഴുതുന്നത് എങ്ങനെയാണ് ഞാൻ ഇവിടെ ഒന്നുകൂടെ പറഞ്ഞു തരാം. നോക്കോളൂ. കൂനുള്ള എന്നർത്ഥമുള്ള പദമാണ് മന്ധര. മന്ധര ഒരു കഥാപാത്രമാണ്. ദാ നോക്കൂ, മന്ധര. നായും ദായും കൂടെ ഒരുമിച്ച് വരും. മന്ധര. അപ്പൊ മന്ധര എന്ന് പറഞ്ഞാൽ കൂനുള്ള എന്നർത്ഥം വരുന്നത്. കൂനുള്ള. അപ്പൊ കൂനുള്ള എന്നർത്ഥം വരുന്ന പദം ഏതാണ്? മന്ധരയാണ്. ഏതാണ്? മന്ധരയാണ്. എൻ്റെ കൂടെ പറയൂ, മന്ധര. നിങ്ങളപ്പം പലരും ഒരു സംശയം കാണും, ഈ ക്ലാസ് കാണുമ്പോൾ നമ്മൾ എങ്ങനെ ഇത് പഠിക്കുക? നിങ്ങളൊരു നോട്ട് എടുത്ത് ആ നോട്ടിലൂടെ ഓരോ വാക്കും നിങ്ങൾ എഴുതണം. തെറ്റായിട്ടുള്ള എഴുതണ്ട, ശരിയായിട്ടുള്ള ഓരോ വാക്കും നിങ്ങൾ ആ നോട്ട്ബുക്കിലോട്ട് എഴുതി വെക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആ നോട്ട്ബുക്ക് എടുത്തൊന്ന് റിവിഷൻ ചെയ്താലുണ്ടല്ലോ നിങ്ങൾക്ക് പദശുദ്ധിയിൽ മുഴുവൻ മാർക്കും കിട്ടും, ഒരു സംശയവുമില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും, അയ്യോ ഇത്രയും വാക്കുകൾ എങ്ങനെ നമ്മൾ പഠിച്ചിരിക്കും അല്ലെങ്കിൽ ഓർത്തിരിക്കും, അല്ലെ? ഒരു പദം കാണുമ്പോൾ അതിലെ തെറ്റ് അല്ലെങ്കിൽ അതിലെ ശരി ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ ഇങ്ങനെ ഓർത്തിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കും. നിങ്ങൾ ഒരിക്കലും കുങ്കുമം ചുമക്കുന്ന ഗർദഭം ആവരുത്, അല്ലെ? നിങ്ങൾ ഒരിക്കലും കുങ്കുമം ചുമക്കുന്ന ഗർദഭമാവരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജ്ഞാനപ്പാനയിലെ ഒരു വാക്യമാണ്. അതായത് കുങ്കുമം ചുമക്കുന്ന ഗർദഭം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കഴുത ചുമക്കുന്നത് കുങ്കുമമാണ്. അപ്പം അത്രയും പുണ്യമായിട്ടുള്ള കുങ്കുമമാണ് അത് ചുമക്കുന്നവന് അതിനറിയില്ല. അതായത് നിങ്ങളുടെ ഒരു ജ്ഞാനം എത്രയാണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളെ അങ്ങ് തളർത്തും. അതൊരിക്കലും ചെയ്യരുത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ബുക്കിലേക്ക് ഈ വാക്കുകളൊക്കെ എഴുതി വെച്ചിത് പഠിക്കുക. അപ്പം മന്ധര സെറ്റായല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ശരിയായ പദമേത്? പ്രതിനിധീകരിക്കുക. ഇതൊക്കെ ചെറിയ തെറ്റാണ്. പ്രതിനിധീകരിക്കുക. അപ്പം ഈ താ ഇവിടെ വരണം. അപ്പൊ പ്രതിനിധീകരിക്കുക. അപ്പൊ എങ്ങനെ എഴുതുന്നത്? പ്രതിനിധീകരിക്കുക. ഇതാണ് ശരിയായിട്ടുള്ളത്. ഇവിടെ താ വന്നു എങ്കിലും പ്രതിനിധിയാവുന്നു, ഇവിടെ തീയാവുന്നത് തെറ്റാണ്. ഇതാണ് ശരിയായിട്ടുള്ള പ്രതിനിധീകരിക്കുക. പ്രതിനിധീകരിക്കാൻ നമ്മൾ എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ കാണിച്ചു തരാം. നോക്കൂ, വേഗം കാണിച്ചു തരാവേ. പ്രതിനിധീകരിക്കുക. നോക്കൂ, പ്രതിനിധീകരിക്കുക. ഇതൊക്കെ എളുപ്പമായിട്ട് കിട്ടുന്ന വാക്യമല്ലേ? ഇതൊക്കെ പ്രതിനിധീകരിക്കുക. ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് പിന്നെ വേഗം കിട്ടും. പ്രതിനിധീകരിക്കുക. ഇപ്പൊ തന്നെ പഠിച്ചോ ഈ വാക്ക്? പ്രതിനിധീകരിക്കുക എന്നൊരു വാക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചോ? വേഗം പറഞ്ഞേ. പ്രതിനിധീകരിക്കുക എന്നൊരു വാക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചോ? വേഗം പറയൂ.
അടിപൊളി. അപ്പൊ പ്രതിനിധീകരിക്കുക. അപ്പൊ ഈ ഒരു വാക്ക് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത നോക്കൂ, അടുത്ത ചോദ്യം നോക്കൂ. ശരിയായ പദമേത്? അല്ലെ, ബാഷ്പാഞ്ജലി എന്ന പദമാണ്. അപ്പൊ ബാഷ്പാഞ്ജലി എന്ന് നമ്മൾ എങ്ങനെ എഴുതും എന്നുള്ളതാണ്. ബാഷ്പാഞ്ജലി. എടാ അഞ്ജലി എന്ന് ഓർക്കണം. ഈ ബാഷ്പാഞ്ജലിനെ നിങ്ങളൊന്ന് പിരിച്ചെഴുതിക്ക്. ബാഷ്പം പ്ലസ് അഞ്ജലി എന്നാണ് അല്ലെ. ബാഷ്പം പ്ലസ് അഞ്ജലി. ബാഷ്പാഞ്ജലി എന്ന് പറഞ്ഞാല് ബാഷ്പം പ്ലസ് അഞ്ജലിയാണ്. അഞ്ജലി. അതായത് ബാഷ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ബാഷ്പം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇവിടെ എഴുതി തരാം. എടാ ബാഷ്പം എന്ന് പറഞ്ഞാല്, ഒരു മിനിറ്റ്, ബാഷ്പം എന്ന് പറഞ്ഞാല് കണ്ണുനീരാണ്. കണ്ണുനീരാണ്. അപ്പൊ ബാഷ്പം എന്ന് പറഞ്ഞാൽ കണ്ണുനീരാണ്. ബാഷ്പം എന്ന് പറഞ്ഞാല് എന്താണ്? കണ്ണുനീരാണ്. ബാഷ്പം കണ്ണുനീര്. അഞ്ജലി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊന്ന് പറഞ്ഞേ. എടാ അഞ്ജലി എന്ന് പറഞ്ഞാൽ കൂപ്പുകൈ എന്ന അർത്ഥമാണ് വരുന്നത്. അഞ്ജലി എന്ന് പറഞ്ഞാല് കൂപ്പുകൈയാണ്. കൂപ്പുകൈ അല്ലെ, കൂപ്പുകൈയാണ്. കൂപ്പുകൈ. അപ്പൊ നോക്കൂ, ബാഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ കണ്ണുനീർ കൊണ്ടുള്ള കൂപ്പുകൈ അല്ലെ, അതാണ് അർത്ഥം. അപ്പൊ അപ്പൊ ഇനിയിപ്പം നിങ്ങളൊന്ന് പറഞ്ഞു, ഞാൻ ആ പദം ഒന്ന് പിരിച്ചു തന്നില്ലേ? ബാഷ്പം പ്ലസ് അഞ്ജലി എന്ന് ഞാൻ പിരിച്ചു തന്നില്ലേ? ഇനി പറഞ്ഞ ഏതാ ബാഷ്പാഞ്ജലി എന്ന് വരിക? ഇത് വരുവോ? ഇത് വരില്ല. ഇതെന്താ? ഇഞ്ചലി വരില്ല. ഇഞ്ച വരില്ല. ഇത് ഇപ്പ വരുന്നത് വരത്തില്ല. ഇപ്പ എന്ന് വരില്ല. ബാഷ്പാഞ്ജലി. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, അപ്പൊ ബാഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കി തന്നു. ബാഷ്പം എന്ന് പറഞ്ഞാൽ കണ്ണുനീരാണ്. പക്ഷെ അഞ്ജലി എന്ന് പറഞ്ഞാൽ എന്താണ്? കൂപ്പുകൈയാണ്. അപ്പൊ കണ്ണീര് കൊണ്ടുള്ള കൂപ്പുകൈ ബാഷ്പാഞ്ജലിയാണ്. അപ്പൊ നോക്കൂ, അഞ്ജലി, ബാഷ്പാഞ്ജലി. ഇത് പിരിച്ചെഴുതുമ്പോൾ ബാഷ്പം പ്ലസ് അഞ്ജലിയാണ് കേട്ടോ. പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരിക? പിരിച്ചെഴുതുമ്പോൾ ബാഷ്പം പ്ലസ് അഞ്ജലിയാണ്. ബാഷ്പാഞ്ജലി. ബാഷ്പം കണ്ണുനീർ, അഞ്ജലി കൂപ്പുകൈ. പഠിച്ചു വെച്ചോളൂ. അപ്പൊ നമ്മൾ പറയാറുണ്ട് ആദരാഞ്ജലി എന്ന് പറയാറുണ്ട്. ആദരാഞ്ജലി ഒന്ന് പിരിച്ചെഴുതുമ്പോൾ എന്ത് വരും? ആദരാഞ്ജലി ഒന്ന് പിരിച്ചെഴുതി നോക്കാവേ. എടാ ആദരാഞ്ജലി പിരിച്ചെഴുതുമ്പോൾ എന്താ ശരിക്കും വരുന്നതെന്ന് ചോദിച്ചാല് ആദരാഞ്ജലി. ആദരാഞ്ജലി എന്ന് പറയുന്നത് ശരിക്കും അത് പിരിച്ചെഴുതുമ്പോൾ ആദരം പ്ലസ് അഞ്ജലിയാണ്. അഞ്ജലിയാണ് ആദരാഞ്ജലി. അപ്പൊ ആദരം പ്ലസ് അഞ്ജലിയാണ് ആദരാഞ്ജലി. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മരണത്തില് ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ പറയും എന്താണ്? ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് നമ്മൾ പറയാറുണ്ട് അല്ലേ. ശരിക്കും ആദരാഞ്ജലി നമ്മൾ മരണത്തിൽ ഉപയോഗിക്കണം അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ആദരം കൊണ്ട് നമ്മൾ കൂപ്പുകൈ അർപ്പിക്കുകയാണ്. ആദരം കൊണ്ടുള്ള അഞ്ജലി എന്താ? കൂപ്പുകൈ. അപ്പൊ ആദരം കൊണ്ട് കൂപ്പുകൈ അർപ്പിക്കുക. അപ്പൊ ഏത് അവസരത്തിലും നമുക്കിപ്പോൾ എന്താണ്? ആദരം കൊണ്ട് കൂപ്പുകൈ അർപ്പിക്കാം. പക്ഷെ നമ്മളതെന്താണ്? മരണത്തിലേക്ക് അങ്ങ് ആക്കി. മരണം വരുമ്പോൾ മാത്രം ആദരാഞ്ജലി, മരിക്കുമ്പോഴാണ് ആദരാഞ്ജലി പറയുക എന്നുള്ള രീതിയിലേക്ക് ആക്കി. അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ശരിക്കും ആദരാഞ്ജലിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആദരം കൊണ്ടുള്ള അഞ്ജലി, ആദരം കൊണ്ടുള്ള കൂപ്പുകൈ അല്ലേ എന്നേ ഓരോ അർത്ഥമുള്ളൂ. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ആദരാഞ്ജലി ഇങ്ങനെയാണ് എഴുതുന്നതെന്ന് പറഞ്ഞോളൂ. അതും ചോദിച്ചിട്ടുണ്ട്, നമ്മളുടെ മുൻ ചോദ്യങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട്. അടുത്ത നോക്കിയാടാ, ക്ഷണാനാം, നിഘണ്ടു, പ്രസ്താവന, കവി, യത്രി. ശരിയായ പദമേത്? ഇതേ തെറ്റാണോ? ശരിയായ പദമേത്? ഓക്കെ, അപ്പം ഇതേ തെറ്റായിപ്പോ അല്ലേ? ഓക്കെ, അപ്പം ശരിയായ പദം എന്ന് പറഞ്ഞാൽ നിഘണ്ടു എന്ന് പറയുന്നത് ശരിയാണ്. കാരണം നിഘണ്ടു എന്ന് നമ്മൾ എന്താണ് ഇങ്ങനെയാണ് എഴുതുന്നത്. നിഘണ്ടുവിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ക്ഷണാനാം നമ്മൾ ക്ഷണാനാം എന്നൊന്നും പറയില്ല. ക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷണനമുണ്ട്. ക്ഷണാനാം എന്നൊരു വാക്കില്ല. ക്ഷണനമുണ്ട്. ക്ഷണവുമുണ്ട്, ക്ഷണനവുമുണ്ട്. ക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാളെ വിളിക്കുക, ക്ഷണിക്കുക, അതാണ് ക്ഷണം. ക്ഷണനം എന്ന് പറഞ്ഞാൽ കൊലപാതകമാണ്. ക്ഷണാനാമില്ല, ക്ഷണനമുണ്ട്. ക്ഷണനം എന്ന് പറഞ്ഞാൽ കൊലപാതകമാണ് കേട്ടോ. നിഘണ്ടു അങ്ങനെ ഒരു വാക്കുണ്ട്. ശരിയായ പദം അത് തന്നെയാണ്, നിഘണ്ടു ആണ്. നമ്മളിപ്പോൾ ഈ ചോദ്യത്തിലെ ശരിയായിട്ടുള്ള പദം നിഘണ്ടു ആണ്. പ്രസ്താവന ഇങ്ങനെയാണോ? അല്ല. പ്രസ്താവന നമ്മൾ എങ്ങനെ എഴുതുക? പ്രസ്താവന. കവിയത്രി തെറ്റ. കവിയത്രി എന്നൊരു വാക്കൊന്നും ഇല്ല.
കവ ഇത്രിയാണ്. കവ ഇത്രി ഏറ്റവും അവസാനമാണ് രണ്ട് വള്ളികൾ എന്നോർത്താണ്. കവ ഇത്രി, കവ ഇത്രി, കവ ഇത്രി, കവയത്രിയാണ് കേട്ടോ, അല്ലെ കവിയത്രി അല്ല. ഏറ്റവും അവസാനമാണ് രണ്ട് വള്ളികൾ വരുന്നത്, അങ്ങനെ ഓർത്താൽ മതി. കവ ഇത്രി, കവ ഇത്രി കേട്ടോ, അത് ഓർത്ത് വെച്ചോണേ. അപ്പം 4 പദങ്ങളാണ് ഈ ചോദ്യത്തിൽ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമെന്നേ ഞാനിത് പറയത്തുള്ളൂ. കാരണം എന്താണ്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് 4 പദങ്ങളും. അപ്പം നമ്മൾ ആദ്യം ക്ഷണാനാം എന്നൊരു പദം, ക്ഷണനമുണ്ട്, ക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഒരാളെ വിളിക്കുക, വിളി അല്ലാണ് ക്ഷണം. ക്ഷണനം എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ഷണനം എന്ന് പറഞ്ഞാൽ കൊലപാതകമാണ്. അപ്പോൾ കൊലപാതകത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ഷണനം എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷണനം എന്ന് പറഞ്ഞാൽ എന്താണ്, കൊലപാതകം. അപ്പോൾ കൊലപാതകം ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ഷണനം ചെയ്തു എന്ന് പറയുന്നത്. ക്ഷണനം എന്ന് പറഞ്ഞാൽ എന്താണ്, കൊലപാതകം. ക്ഷണാനാമൊന്നുമില്ല, ക്ഷണനമാണ്. ക്ഷണനം എന്ന് പറഞ്ഞാൽ കൊലപാതകം, ക്ഷണം എന്ന് പറഞ്ഞാൽ ഒരാളെ വിളിക്കുക. അപ്പോൾ അത്രയും റെഡിയായി. നിഘണ്ടു എന്നൊരു പദം ഓൾറെഡി ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിഘണ്ടു എങ്ങനെ എഴുതുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിഘണ്ടു ശരിയായിട്ടുള്ളൊരു പദം തന്നെയാണ്. പ്രസ്താവന എന്ന് എഴുതുമ്പോൾ ഇസ്താ വരണം. പ്രസ്താവന ഇസ്ത. കഴിഞ്ഞ വീഡിയോയിൽ ഈ ഇസ്ത വരുന്ന കുറേ വാക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ നോക്കിയാൽ മതിയാവും. ഇസ്ത വരുന്ന ഒരുപാട് വാക്കുകൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രസ്താവന എന്നിങ്ങനെയാണ് എഴുതുന്നത്. പിന്നെ കവയത്രി ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചോണേ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ശരിയായത് ഏത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ആഷാഢം എന്ന് എഴുതുന്നത്. ആഷാഢം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പലരും ചോദിക്കാറുണ്ട്. ആഷാഢം എന്ന് പറഞ്ഞാൽ ഒരു മാസമാണ് കേട്ടോ, ഒരു മാസമാണ് ആഷാഢം. ഒരു നമ്മുടെ ജൂൺ ജൂലൈ എന്നൊക്കെ പറയുന്ന പോലെ ഒരു തരത്തിലുള്ള മാസമാണ് ആഷാഢം. അപ്പോൾ ആഷാഢം എന്ന് എഴുതുമ്പോൾ ഈ ഡായാണ് വരിക, ഈ ഡാ. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിയാൽ നമ്മുടെ ചാനൽ കിടപ്പുണ്ട് കേട്ടോ. അതിൽ നമ്മൾ ഈ ഡാ വരുന്ന, അതായത് കുനിപ്പുള്ള ഡാ വരുന്ന ഒരുപാട് വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആഷാഢവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആഷാദം ഒന്നുമല്ല, ആഷാഢനം ഒന്നുമല്ല, ആഷാഢം എന്നിരുന്നത് ഇങ്ങനെയല്ല. ഈ കുനിപ്പുള്ള ഡാ വേണം, ഇതാണ് ശരി. അപ്പോൾ ആഷാഢം അതൊരു മാസമാണ്. ഇവിടെ തന്നെ അത് എഴുതാതായിരിക്കും നല്ലത്. ആഷാഢം എന്ന് പറഞ്ഞാൽ ഒരു മാസമാണ് കേട്ടോ, ഒരു മാസമാണ്. അപ്പം അങ്ങനെയെങ്കിൽ അടുത്ത നോക്കാം. ശരിയായ പദമേത്, ഇതിലേതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദ്യം. ശരിയായ പദമേത്, ആഘാതം. അപ്പം ഇതിലേതാണ്, ആഘാതം അതായത് മീൻസ് എന്താണ്, ഡീപ്പ് എന്നുള്ള മീനിങ് ഇല്ലേ. അപ്പം ഇതാണ് ശരി, ആഘാതം എന്ന് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ആഘാതം എന്ന് പറയുന്നത് എന്താണ്, ഡീപ്പ് എന്നൊരു മീനിങ് ആണ്, ഡീപ്പ് കേട്ടോ, ആഘാതം. അപ്പോൾ ഉറപ്പിച്ചോ, ഈ വാക്കിനെ എവിടെ കണ്ടാലും നിങ്ങൾ തെറ്റിക്കരുത്. ആഘാതം എന്ന് ഇങ്ങനെയാണ് എഴുതുന്നത്. നീ നിങ്ങൾക്ക് ഒരാൾ ഡിക്റ്റേഷൻ ഇടുക അല്ലേ, നീ ഒന്ന് ആഘാതം, നീ മലയാളമൊക്കെ പഠിക്കുന്നതല്ലേ, ആഘാതം ഒന്ന് എഴുതിക്കേ എന്ന് പറയുമ്പോൾ തെറ്റിക്കരുത്. മറ്റ് ഒന്നും എഴുതല്ലേ, ഇങ്ങനെ തന്നെ ആഘാതം എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ അവരെന്താണ്, ഓ നിനക്കിതെല്ലാം അറിയാമല്ലോ എന്നുള്ള രീതിയിലേക്ക് മാറും. അപ്പോൾ ആ വാക്ക് പഠിച്ചല്ലോ, ആഘാതം. ഓക്കെ, ആഘാതം. ആയിക്ക് ദീർഘമില്ല കേട്ടോ, ഞാൻ ഇവിടെ ദീർഘം ഇട്ടിട്ടുണ്ട്, ആയിക്ക് ദീർഘമില്ല. ആഘാതം. ഓക്കെ, ആഘാതം. ഡീപ്പ്, ആഘാതം മീൻസ് ഡീപ്പ് കേട്ടോ. ആയിക്ക് ദീർഘമില്ല കേട്ടോ, ഞാനിവിടെ ദീർഘം ഇട്ടു, അനാവശ്യമായിട്ട് ഞാൻ ദീർഘം ഇട്ടു. ദീർഘത്തിൻ്റെ ആവശ്യമില്ല. ആഘാതം മീൻസ് ഡീപ്പ്. അപ്പോൾ ദീർഘത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ആഘാതം ഡി. അടുത്ത ചോദ്യം, ശരിയായ പദമേത്, ആപച്ചങ്കയാണ്. അതായത് ആപത്ത് വരുമോ എന്നുള്ള ശങ്ക, ആപത്ത് വരുമോ എന്നുള്ള ശങ്ക, അതാണ് ആപച്ചങ്ക. നമ്മളിതൊന്ന് പിരിക്കുമ്പോൾ ആപത്ത് പ്ലസ് ശങ്കയാണ് ആപച്ചങ്ക അല്ലേ. അപ്പൊ ആപത്ത് പ്ലസ് ശങ്ക, ആപച്ചങ്ക. അപ്പൊ ഈ ചേർന്ന് എന്താകും, ഛയായിട്ട്, അച്ഛൻ്റെ ഇച്ഛയായിട്ട് മാറും. അപ്പൊ എന്താണ്, ആപച്ചങ്ക എന്നാണ്. ആപച്ചങ്ക ഏതാ ശരി, ആപച്ചങ്ക ഇതാണ് ശരി. ഇത് നിങ്ങളൊന്ന് പിരിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഒന്ന് പിരിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകൂടാ. ആപച്ചങ്ക എന്ന് നമ്മൾ എഴുതുമ്പോൾ അതൊന്ന് പിരിക്കുമ്പോൾ ആപത്ത് പ്ലസ് ശങ്കയാണ് ആപച്ചങ്ക. എന്ത്, ആപത്ത് പ്ലസ് ശങ്കയാണ് ആപച്ചങ്ക. ഇപ്പൊ ചേർന്ന് ഇച്ഛയായിട്ട് മാറും. അപ്പൊ ആപച്ചങ്ക എന്ന് നമുക്ക്
പറയാനായിട്ട് സാധിക്കും. റെഡിയാണല്ലോ? അടുത്ത ചോദ്യം. വേറെ ഇവിടെ ഇതെല്ലാം തെറ്റാ കേട്ടോ, ഇതെല്ലാം തെറ്റാ, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്. പിരിച്ചെഴുതിയാൽ തന്നെ അത് മനസ്സിലാവും. ഓക്കെ, അടുത്തത്. തെറ്റായ പദം ഏത്? അപ്പം ഇതിൽ ഏതാണ് തെറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. തെറ്റ് ഏതാണ്? നമ്മൾ ആയുർവേദം വേദം ശരിയാ. ഇങ്ങനെ ആയുർവേദം എന്ന് എഴുതുന്ന ആയുർവേദം വേദം ഇങ്ങനെയാണ് ആയുർവേദം എന്ന് നമ്മൾ എഴുതുന്നത്. ഇച്ഛ എന്ന് പറഞ്ഞാൽ, അപ്പം ഇത് ശരിയാണ്. ഇച്ഛ എന്ന് പറഞ്ഞാൽ എന്താ? വാക്കിൻ്റെ അർത്ഥം ആഗ്രഹം എന്നാണ്. അപ്പം ഇച്ഛ എന്ന് എഴുതുന്നത് ഇങ്ങനെ തന്നെയാണ്. അച്ഛൻ്റെ ഇച്ഛ വേണം ഇച്ഛയ്ക്ക് അച്ഛൻ്റെ ഇച്ഛയ്ക്കൊത്ത് എന്ന് ഓർത്താൽ മതി. കാരണം അച്ഛൻ്റെ ഇച്ഛയ്ക്ക് വേണം. ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാണ് കേട്ടോ. ആഗ്രഹം. അപ്പം അച്ഛൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഞാൻ മുന്നോട്ട് പോയി, അച്ഛൻ്റെ ആഗ്രഹത്തിനൊത്ത് ഞാൻ മുന്നോട്ട് പോയി. ഇച്ഛയ്ക്ക് അച്ഛൻ്റെ ഇച്ഛ വേണം. അപ്പം ഇത് ശരിയാണ്. ഇനി അടുത്ത ഐഹികം എന്ന് പറഞ്ഞാൽ ഐഹികം അതായത് ഇഹലോകത്തെ സംബന്ധിച്ചത്. അതാണ് ഐഹികം. ഇഹലോകത്തെ സംബന്ധിച്ച് അതാണ് ഐഹികം. ഐഹികം എന്ന് പറഞ്ഞാൽ ഇഹലോകത്തെ സംബന്ധിച്ചത്. അപ്പൊ ഇഹലോകത്തെ സംബന്ധിച്ചതാണ് ഐഹികം. എന്താണ്? നോക്കൂ, ഐഹികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഹികം എന്ന് പറഞ്ഞാൽ ഇഹലോകത്തെ സംബന്ധിച്ചത്. അപ്പൊ ഇഹലോകത്തെ സംബന്ധിച്ചതാണ് ഐഹികം. അടുത്ത, അപ്പൊ ഇത് ശരിയാ. അപ്പൊ ഇവിടെ ചോദിച്ചു തെറ്റായിട്ടുള്ള പദമല്ലേ? ഓച്ചാനം ഇങ്ങനെയല്ല എഴുതുന്നത്. ഓച്ചാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളിൽ ഓച്ചാനം അല്ലെ, ഒരാളിൽ കീഴടങ്ങി നിൽക്കുക, അതിനെയൊക്കെയാണ് നമ്മൾ ഓച്ചാനം എന്ന് പറയുന്നത്. ഇങ്ങനെയല്ല ഓച്ചാനം എന്ന് എഴുതുന്നത്. നമ്മൾ ഇച്ഛയാണ് ഓച്ചാനം. അതായത് കീഴടങ്ങി നിൽക്കുക എന്നൊരു അർത്ഥമാണ് അതിൽ വരുന്നത് കേട്ടോ. കീഴടങ്ങി നിൽക്കുക, കീഴടങ്ങി നിൽക്കുക. ഒരാളുടെ മേലിൽ ഒരാളിൽ നമ്മൾ കീഴടങ്ങി നിൽക്കുക, അതാണ് ഓച്ചാനം. അപ്പോൾ ഓച്ചാനം ഇങ്ങനെയാണ്. അപ്പൊ 4 വാക്കുകളാണ് നമ്മൾ പഠിച്ചത്. നോക്കൂ, 4 വാക്കുകൾ നമ്മൾ പഠിച്ചു. ഓച്ചാനം ഇവിടെ ആയിപ്പോയി അല്ലേ? അത് കുഴപ്പമില്ല. അപ്പൊ നോക്കൂ, നമുക്ക് ഇവിടെ ഓരോന്നായിട്ട് ഞാനിവിടെ എഴുതി തരാം. ഒന്നാമത്തെ വാക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒന്നാമത്തെ വാക്ക് നോക്കൂ, ഏതായിരുന്നു? ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. ആയുർവേദമായിരുന്നു അല്ലെ? ആയുർവേദമായിരുന്നു. നോക്കൂ, ആയുർവേദം. അപ്പൊ എങ്ങനെ എഴുതുന്നത്? ആയുർവേദം. ഇങ്ങനെയാണ് ആയുർവേദം എന്ന് എഴുതുന്നത്. ബി പദം ഏതായിരുന്നു? ഇച്ഛയായിരുന്നു. ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാണ്. ഞാനിവിടെ വൃത്തിയായി എഴുതി തരാം. ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്നാണ്. ABC. അടുത്ത വാക്ക് ഏതായിരുന്നു? ഐഹികം എന്നാണ്. ഐഹികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഹികം എന്ന് പറഞ്ഞാൽ ഇഹലോകത്തെ സംബന്ധിച്ചത്. ഇഹലോകത്തെ. നോക്കൂ, ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികമാണ്. ഇഹലോകത്തെ സംബന്ധിച്ചത്. അപ്പൊ ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികമാണ് എങ്കിൽ ABCD എന്താണ്? അപ്പൊ ഇഹലോകം പറഞ്ഞപ്പോഴാണ് ഐഹികം എന്ന് പറഞ്ഞാൽ ഇഹലോകത്തെ സംബന്ധിച്ചതാണല്ലോ ഐഹികം. അങ്ങനെയെങ്കിൽ പാരത്രികം എന്ന് പറഞ്ഞാൽ എന്താണ്? പരലോകത്തെ സംബന്ധിച്ചത്. അപ്പൊ അങ്ങനെ ഒരു വാക്കുണ്ട്, ഓർത്ത് വെച്ചോ, പാരത്രികം. ഈ ഐഹികം പറഞ്ഞപ്പോഴാണ് പാരത്രികം പറയാനായിട്ട് ഞാൻ മറന്നുപോയത്. പാരത്രികവും ചോദിക്കുന്നതാണ് കേട്ടോ പരീക്ഷയ്ക്ക്. ഐഹികം എന്ന് പറഞ്ഞാൽ എന്താ? ഇഹലോകത്തെ സംബന്ധിച്ചതാണല്ലോ ഐഹികം. അപ്പൊ പാരത്രികം എന്ന് പറഞ്ഞാൽ പരലോകത്തെ സംബന്ധിച്ചതാണ്. പരലോകത്തെ സംബന്ധിച്ചത്. പരലോകത്തെ സംബന്ധിച്ചതാണ്. പരലോകത്തെ സംബന്ധിച്ചതാണെന്ത്? നോക്കൂ, പരലോകത്തെ സംബന്ധിച്ചതാണെന്ത്? ഈ പാരത്രികം. അപ്പോൾ ഓച്ചാനം എന്ന് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ഓച്ചാനം. ഓച്ചാനം എന്ന് പറഞ്ഞാൽ കീഴടങ്ങി നിൽക്കുക. ഓർത്തോണേ, ചായക്ക് നല്ല വൃത്തിയായിട്ട് എഴുതൂ. ഓക്കെ, നമ്മുടെ ഈ പേന അത്ര ഇതല്ലാത്തതുകൊണ്ടാണ് ചെറിയ അക്ഷരങ്ങളൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഓച്ചാനം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ടുള്ളത്.
അപ്പോൾ ഇത്രയും ചോദ്യങ്ങളിലൂടെ നമ്മൾ ഒരുപാട് വാക്കുകൾ നമ്മൾ പഠിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 2 വാക്കുകളല്ലേ പഠിക്കുന്നല്ല, ഒരു ചോദ്യത്തിൽ തന്നെ എന്താണ്, ഒരു ചോദ്യത്തിൽ തന്നെ നമുക്ക് ഒരു ചോദ്യം എടുത്ത് നോക്കുമ്പോൾ ആ ചോദ്യത്തിൽ തന്നെ 4 ഓപ്ഷൻ ABCD എന്നുള്ള 4 ഓപ്ഷനുകളുണ്ട്. ആ 4 ഓപ്ഷനിൽ 4 വാക്കുകൾ നമുക്ക് പഠിക്കും. അപ്പം മാത്രമല്ല ഈ പദശുദ്ധിയിൽ നിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ ചോദിക്കത്തുമുള്ളൂ, അതാണ് കാര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും പദശുദ്ധി സെറ്റായി എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഞാൻ ഒരു പാർട്ട് കൂടി എടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കാനായിട്ട് ഒരു പാർട്ട് കൂടി ഞാൻ എടുക്കാം. അപ്പോൾ അതുകൂടി നിങ്ങൾ കാണുക. നോട്ട് വേണമെങ്കിൽ, ക്ലാസ്സിൻ്റെ നോട്ട് വേണമെങ്കിൽ, എഴുത്തും കുത്തുമൊന്നും ഇല്ലാത്ത ചോദ്യങ്ങൾ മാത്രം നിങ്ങൾക്ക് നോട്ടായിട്ട് വേണമെങ്കിൽ നോട്ട് എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതിയാവും. നമുക്കത് നോട്ട് നിങ്ങൾക്ക് ടെലിഗ്രാമിലൂടെയൊക്കെ നമുക്ക് തരാനായിട്ട് സാധിക്കും. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക വേണമെങ്കിൽ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിച്ചോളൂ. താങ്ക് യു.